കോഴിക്കോട് ജില്ലയിൽ മഴ കവർന്നത് കർഷകന്റെ പ്രതീക്ഷകൾ. വിളവെടുപ്പിന് മുൻപേ അവരുടെ സ്വപ്നങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി. കള്ളക്കർക്കിടകം മാത്രമല്ല, ഇക്കുറി ചിങ്ങമാസവും ഇവർക്ക് സങ്കടക്കാലമാകും. ദുരിതപ്പെയ്ത്തിൽ ശശികുമാർ എന്ന കർഷകനുണ്ടായത് തീരാ നഷ്ടം. ഉള്ള സമ്പാദ്യമെല്ലാം ചേർത്തുവെച്ചാണ് ഒരേക്കർ പാടത്ത് വാഴകൃഷിയും പച്ചക്കറിയും നട്ടത്. വിളവെടുക്കാറായ സമയത്താണ് പാടത്ത് വെള്ളം പൊങ്ങിയത്. കുലയ്ക്കാറായ വാഴകൾ പലതും വെള്ളം കയറി നശിച്ചു. മുളകും തക്കാളിയും ഉൾപ്പെടെ പച്ചക്കറികളുടെ അവശേഷിപ്പുകൾ പോലും ബാക്കിയില്ല. വെള്ളം കെട്ടി നിന്നാൽ ഇവിടെ വെള്ളം ഒഴുകൂല. അതായി ഈ പ്രശ്നങ്ങൾ വന്നത്. ഇതിൻ്റെ വാഴ ഉണ്ട്, പച്ചക്കറീൻ്റെ ഉണ്ട്, ഇതൊക്കെ പോയിക്കുന്നു. ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നിന്ന് പോയാൽ 2 ദിവസം നിന്ന് പോയിക്കാൻ ചെയ്താൽ അത് ചീഞ്ഞു പോകുള്ളൂ. അത് ചീഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഈ കന്നുകളും ഇതൊക്കെ നഷ്ടപ്പെട്ടു. നീന്ത്രവാഴയും റോബസ്റ്റും ഉണ്ട്. ഇനി കർഷകരെ സംബന്ധിച്ച് നഷ്ടങ്ങളുടെ കണക്കാണ് എക്കാലവും പറയാനുള്ളത്. നഷ്ടപരിഹാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിസ്സംഗഭാവത്തിൽ ഒരു ചെറുചിരിയിലൂടെയാണ് കർഷകന്റെ മറുപടി. നഷ്ടപരിഹാരത്തിന് എന്തെങ്കിലും കൃഷിഭവനിൽ എന്തെങ്കിലും എഴുതി കൊടുക്കുക, അതിനുള്ളൂ ചെയ്യാനുള്ള മാർഗമുള്ളൂ. അത് ഉടനെ ഒന്നും കിട്ടൂല. ഏതെങ്കിലും കാലത്ത് കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി എന്നുള്ളൂ. എന്നെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നഷ്ടപരിഹാര തുക മാത്രമാണ് കർഷകന്റെ ഏക പ്രതീക്ഷ. ഇതാണ് പല കർഷകരുടെയും നിലവിലെ അവസ്ഥ. ജനം, കോഴിക്കോട്.